ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഉള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന അനുഭവങ്ങൾക്കും ജീവിതാനുഭവങ്ങൾക്കും വ്യത്യസ്തതയുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ജീവിതത്തിൽ സുഖമെന്തെന്ന് അറിയാത്ത വ്യക്തികളായിരിക്കും. അതുമല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം മാത്രം അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കാതെയും നിങ്ങൾ അറിയാതെയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും ഒക്കെ വന്നു ചേർന്നിട്ടുള്ളതായിരിക്കും. സുഖവും ദുഃഖവും കൂടിച്ചേർന്ന ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് തികച്ചും സത്യമായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ്. വിശ്വാസമുള്ളവർക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ മാത്രമായിരിക്കും ഇതിലൂടെ നമുക്ക് കേൾക്കാനായി സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ തൊടുകുറി ഫലം അറിയുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ തന്നിരിക്കുന്ന സ്ക്രീനിൽ നിന്നും 2 ചിത്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ ചിത്രത്തിന് പിന്നിൽ അതിൻ്റേതായ തൊടുകുറി ഫലങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സ് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ചിത്രത്തിലെ ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. സാമ്പത്തികപരമായ പല പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പറയാൻ സാധിക്കാത്ത അത്രയും പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. വിചാരിച്ച പല കാര്യങ്ങളും നല്ലതുപോലെ നടക്കാത്ത ഒരവസ്ഥ പല സാഹചര്യത്തിലും വന്നു ചേർന്നിട്ടുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടായാലും വിവാഹ സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ മക്കളുടെ ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളായാലും എന്ത് തന്നെ ആയാലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ അലട്ടിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. എത്ര കഠിനമായി പരിശ്രമിച്ചാലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെയധികം പാടുപെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് അവസരങ്ങളിലും വന്നു ചേർന്നിട്ടുണ്ട്. മനസ്സറിഞ്ഞ് നമ്മൾ സഹായിച്ച പലരും ഒരു സഹായത്തിന് പോലും മുതിരാത്ത ഒരവസ്ഥയും ആരോഗ്യം പോലും പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരവസ്ഥയും നിങ്ങൾക്ക് വന്നു ചേരാനായിട്ടുള്ള ഇടയുണ്ട്. എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമാണ് നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത്. ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ബോധമുള്ളവർ ആകുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ സന്തോഷമാണെങ്കിൽ പോലും പലപ്പോഴും അത് മറ്റുള്ളവർക്ക് സഹിക്കുന്നില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും വിഷമാവസ്ഥയിൽ തുടരുന്നത് കാണാനാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഏതു കാര്യത്തിലുള്ള നിങ്ങളുടെ എടുത്തുചാട്ടവും മുൻകോപവും പലപ്പോഴും നിങ്ങളോട് താല്പര്യമുള്ളവരെ പോലും അകൽച്ചയിലേക്ക് നയിക്കാറുണ്ട്. ഏത് കാര്യവും ഒരു സംശയദൃഷ്ടിയോടെ കാണുന്ന ഒരു സ്വഭാവവും നിങ്ങൾക്കുണ്ട്. മറക്കാനാകാത്ത പല വേദനകളും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈശ്വരാധീനം കുറച്ച് കുറവാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിർഭാഗ്യങ്ങൾ നിങ്ങളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സറിഞ്ഞ് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. അവർക്ക് യഥാവിധി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനാവുന്നതാണ്. നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ആത്മവിശ്വാസം നല്ല രീതിയിൽ ഉള്ളവരാണ് നിങ്ങൾ. അല്പം വൈകിയാണെങ്കിലും അത് പല മേഖലകളിലും പ്രകടിപ്പിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. രോഗങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. കള്ളം പറയാനും പ്രവർത്തിക്കുവാനും ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ. എടുത്തുചാടി എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഏതു കാര്യം ചെയ്യുന്നതിന് മുൻപായും നല്ല രീതിയിൽ ചിന്തിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ വിനയാകുന്നതാണ്. ജാമ്യം നിൽക്കുക, പണമിടപാടുകളിൽ മധ്യസ്ഥത നിൽക്കുക, സ്വത്ത് തർക്കങ്ങളിൽ മധ്യസ്ഥാനം വഹിക്കുക എന്നിവയൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം ഏറ്റെടുക്കുക.
വിചാരിച്ച കാര്യങ്ങൾ അല്പം തടസ്സം അനുഭവപ്പെട്ടാലും നടന്നു കിട്ടുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധി ഒരുവിധം മാറി കിട്ടുന്നതാണ്. ഇതോടൊപ്പം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമവും ആവശ്യമാണ്. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പലതും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ കുറച്ച് വൈകിയാണ് എന്നത് മാത്രം. ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ന്യായമായ പല ആവശ്യങ്ങളും നിറവേറാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളെ കൊണ്ട് അഭിമാനിക്കാവുന്ന പല നല്ല നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. വാക്ചാതുര്യം നിങ്ങളിൽ നല്ലോണമുണ്ട്. ആകർഷണീയമായ ഒരു വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ. നിങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരോട് ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നവരാണ് നിങ്ങൾ. മുഖം കറുപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയോ പറയുകയോ നിങ്ങൾ ചെയ്യാറില്ല. എത്ര വലിയ വിഷമങ്ങൾ തേടി വന്നാലും അതിനെയെല്ലാം മറികടക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. വിദ്യാസമ്പന്നരും കഴിവുള്ളവരും ആണെങ്കിലും പലപ്പോഴും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ വിചാരിച്ച പോലുള്ള ഗുണഫലങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ അനുഭവിച്ചു കാണില്ല. ഭാഗ്യനിർഭാഗ്യങ്ങൾ നിങ്ങളെ പല അവസരങ്ങളിലും തേടി വന്നിട്ടുണ്ട്. വിട്ടുവീഴ്ച ചെയ്യുവാൻ ചില സമയങ്ങളിൽ നിങ്ങൾ മടി കാണിക്കാറുണ്ട്. മറ്റുള്ളവരുടെ സഹതാപം നിങ്ങൾ തീരെ ആഗ്രഹിക്കുന്നില്ല. എല്ലുമുറിയെ പണിയെടുത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. പല അവസരങ്ങളിലും നിങ്ങളുടെ വിശ്വസ്തരെന്ന് സ്വയം നടിക്കുന്നവരെ അന്ധമായി വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. കഠിനഹൃദയരല്ല നിങ്ങൾ. നിങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടാറില്ല. വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമൊക്കെ വളർന്നു വന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ എത്ര വലിയ പ്രശ്നങ്ങളെയും നേരിടാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ആ ഒരു സാഹചര്യത്തിന് വളരെയധികം അനിവാര്യമായി തന്നെയാണ് വരാറുള്ളത്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ നടക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരാളിലൂടെയുമായിരിക്കും ചിലപ്പോഴത് നടന്നു കിട്ടാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ഏതൊരു തീരുമാനമെടുത്താലും അതിൽ ഉറച്ചു നിൽക്കുന്നൊരു പ്രകൃതമാണ്. ആ ഒരു തീരുമാനമെടുത്താൽ അത് അന്തിമമായിരിക്കും. ആരെല്ലാം അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുന്ന ഒരു രീതി നിങ്ങൾക്കില്ല. ഈ രീതി പലപ്പോഴും നിങ്ങളുമായി ചുറ്റപ്പെട്ടു നിൽക്കുന്നവർക്കൊരു പ്രചോദനമായും തീരാറുണ്ട്. മടി കൂടാതെ ഏതൊരു കാര്യവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് മുൻപിൽ ചിരിച്ച മുഖത്തോടെയും സന്തോഷത്തോടെയുമാണ് നിങ്ങളെ കാണുക. പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവുമൊക്കെ ഉള്ളതായി തോന്നാറുണ്ട്. നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടാറില്ല. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മുന്നിൽ മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ച പല ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമയമെടുത്താണെങ്കിലും മാറിക്കിട്ടുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈശ്വരനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ കരുണ ഉണ്ടാകേണ്ടത് ഇനി നിങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മാർഗതടസ്സങ്ങളും യഥാവിധി മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും സുഖങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യമില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടരുത്. ഭാഗ്യനിർഭാഗ്യങ്ങൾ ഏവരുടെയും ജീവിതത്തിൽ കയറ്റിയിറക്കം പോലെ വന്നു ചേരുന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവൃത്തിയിൽ മുന്നേറുക. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.